നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പെഡ്രിയുടെ പരിക്കിൻ്റെ കാര്യത്തിൽ ബാഴ്സലോണ ഇന്നലെ തന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നല്ലോ. അതിൽ കൃത്യമായിട്ട് പറയുന്നത് ഒരു മാസക്കാലം താരം പുറത്തിരിക്കേണ്ടി വരുമെന്ന്. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ടെസ്റ്റുകൾ നടത്തി പെഡ്രിക്ക് മസിൽ ഇഞ്ചുറി ഉണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ലെഗിൽ. അത് സ്ലാവിയ പ്രാഹക്കെതിരെയുള്ള കളിയിൽ സംഭവിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റഡ് റിക്കവറി ടൈം ഒരു മാസമാണ്. അപ്പോൾ ഒരു മാസക്കാലം എന്ന് പറയുമ്പോൾ ബാഴ്സയ്ക്ക് വലിയ നഷ്ടമാണ്. സുപ്രധാനമായ പല മത്സരങ്ങളും നടക്കുന്നു എന്ന് പറഞ്ഞാൽ ലലീഗയിൽ തന്നെ ഇപ്പോൾ ഒരു ഒറ്റ പോയിൻ്റ് മാത്രമാണ് ലീഡുള്ളത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇനിയും ടോപ്പ് 8 എത്തിയിട്ടുമില്ല. അഥവാ ടോപ്പ് 8 എത്തിയില്ലെങ്കിൽ പിന്നെ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും. അങ്ങനെ വന്ന ആ കളികളൊക്കെ അടക്കം അദ്ദേഹത്തിന് നിരവധി മത്സരങ്ങൾ മിസ്സാവും. ഒന്ന്, റയൽ ഒവീഡോയുമായിട്ടുള്ള കളി ഇമ്മീഡിയറ്റ്ലി മിസ്സാവും. അതുപോലെ തന്നെ അതിനുശേഷം കോപ്പൻഹേഗനെതിരെയുള്ള മത്സരം, അത് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ സുപ്രധാന മത്സരമാണ്. ഗോൾ വർഷം നടത്തി വേണം വിജയിച്ച് കയറാൻ. ഫ്രങ്കി ഡിയോങ്ങിനും സസ്പെൻഷനാണ്, ആ കളി കളിക്കാൻ കഴിയില്ല. ബാഴ്സലോണ മധ്യനിര കൂടുതൽ ദുർബലമാവും ആ കളിയിൽ എന്നർത്ഥം. പിന്നെ ലലീഗയിൽ എൽച്ചയ്ക്കെതിരെ, അൽബാസറ്റയ്ക്കെതിരെയൊക്കെയുള്ള എവേ മത്സരങ്ങൾ, മയോർക്കെതിരെയുള്ള ഹോം മത്സരം, ജിറോണയ്ക്കെതിരെയുള്ള എവേ മത്സരം. ഇനിയിപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫാണ് കളിക്കുന്നതെങ്കിൽ UCL ഫസ്റ്റ് ലെഗ്, പിന്നെ ലവാൻഡയ്ക്കെതിരെയുള്ള ഹോം മത്സരം, അത് കഴിഞ്ഞാൽ UCL പ്ലേ ഓഫിൻ്റെ സെക്കൻഡ് ലെഗ്. ഇത്രയധികം മത്സരങ്ങൾ നഷ്ടമാകുന്നൊരു സ്ഥിതിവിശേഷമായിരിക്കും. ഏതായാലും ബാഴ്സയ്ക്ക് വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. എങ്കിലും ഹൻസി ഫ്ലിക്ക് ഉള്ള താരങ്ങളെ വെച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.